ഹിന്ദുത്വ ദേശീയതയും അതുപോലെ തന്നെ ഖലിസ്ഥാൻ തീവ്രവാദവും പുതുതായി ഉയർന്നുവരുന്ന ഭീഷണികളുടെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുകയാണ് UK. ബ്രിട്ടീഷ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ പരാമർശിക്കുന്നത്. ഒപ്പം തന്നെ തീവ്രവാദ വിരുദ്ധ നയം നേരിടേണ്ട 9 പുതിയ തരം തീവ്രവാദങ്ങളെക്കുറിച്ച് കൂടി ഈ ഒരു റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് നേരത്തെ മേൽപ്പറഞ്ഞ 2 കാര്യങ്ങൾ: ഹിന്ദുത്വ തീവ്രവാദം, അതുപോലെ തന്നെ ഖലിസ്ഥാൻ തീവ്രവാദം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് തന്നെയാണ് വിശദമായി അറിയേണ്ടത്. ജിംസ്ക, ഒരു പുറത്തു വന്ന ഒരു സീക്രട്ട് റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ പരാമർശിക്കുന്നത്. 9 കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ പ്രധാനമായും ഹിന്ദുത്വ ദേശീയത, അതുപോലെ തന്നെ ഖലിസ്ഥാൻ തീവ്രവാദം. എന്തുകൊണ്ടാണ് ഇപ്പോൾ UK ഇങ്ങനെ ഒരു പട്ടികയുണ്ടാക്കാനും അതുപോലെ തന്നെ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ? 2022 ലൈസെസ്റ്റർ എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് നഗരത്തിൽ വലിയൊരു വർഗീയ കലാപം ഉണ്ടായി. വർഗീയ കലാപം എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് സംഘപരിവാർ ആശയമുള്ള ആളുകളും മറുവശത്ത് മുസ്ലിങ്ങളും. ആ കലാപം എന്ന് പറഞ്ഞാൽ മുസ്ലിം സ്ഥാപനങ്ങൾ ആക്രമിക്കുക, മുസ്ലിങ്ങളെ റോഡിൽ തടയുക, ആക്രമിക്കുക. ഈ പറയുന്ന ഈ സംഘപരിവാർ ആശയമുള്ളവർക്കെതിരെ കുറേയധികം ആളുകൾ സംഘടിച്ച് അവരെ ചെറുക്കാനും എത്തിയത് വലിയ റയട്ടായി മാറുകയാണ് ചെയ്തത്. അത് ബ്രിട്ടൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു റയട്ടില്ല. ബ്രിട്ടനിൽ ഉണ്ടാകുന്ന റയട്ടുകൾ എന്തൊക്കെയാണെന്ന് വൈറ്റ് സൂപ്പർ മാസിസ്റ്റുകൾ നടത്തുന്ന ആക്രമണങ്ങൾ, റൈറ്റ് വിങ്ങേഴ്സ് നടത്തുന്ന ആക്രമണങ്ങൾ, ഇതൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളൂ. നമ്മൾ ഇന്ത്യയിലെ കാണുന്ന പോലെ ഒരു ഹിന്ദു മുസ്ലിം കലാപം ബ്രിട്ടനിൽ അപൂർവമായിട്ട് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതേക്കുറിച്ച് പഠിക്കണം. അതുപോലെ കഴിഞ്ഞ വർഷം അമൃത ഓർക്കുന്നുണ്ടാവും, ഒരു 14 വയസ്സുകാരൻ 3 പെൺകുട്ടികളെ കുത്തിക്കൊന്നൊരു സംഭവം. അപ്പോൾ ആ സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, അത് കഴിഞ്ഞ വർഷമാണ് ഉണ്ടായത്. ആ സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ അച്ഛനും അമ്മയും റുവാണ്ടൻ വംശജരാണ്. അപ്പോൾ ഈ പയ്യൻ കഴിഞ്ഞ വർഷമോ മറ്റോ ബോട്ടിൽ റുവാണ്ടയിൽ നിന്ന് ബ്രിട്ടനിൽ കുടിയേറിയ ആളാണ്. അതുകൊണ്ട് സകല ഇമിഗ്രൻസിനെ ഇവിടുന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞ് റൈറ്റ് വിങ്ങേഴ്സ് വലിയ കലാപം നടന്നു. ആ കലാപം അടിച്ചമർത്താനും പോലീസിന് വലിയ തോതിൽ ശ്രമകരമായിരുന്നു. അപ്പോൾ ഈ 2 സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ സമൂഹത്തിൽ എക്സ്ട്രീമിസം വർദ്ധിക്കുന്നതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് അവിടുത്തെ ആഭ്യന്തരമന്ത്രി തയ്യാറാക്കുന്നത്. അപ്പോൾ അതാണിപ്പോൾ ലീക്കായിട്ടുള്ളത്. അത് ബ്രിട്ടൻ്റെ പുതിയ ആഭ്യന്തര നയത്തെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയുള്ള റിപ്പോർട്ടാണ്. അത് അംഗീകരിച്ച റിപ്പോർട്ടല്ല. ബ്രിട്ടൻ്റെ പുതിയ ആഭ്യന്തര നയം എങ്ങനെയാകണം എന്നതിനെക്കുറിച്ചുള്ള ഇൻപുട്ടായിട്ടാണ് അത് ഉപയോഗിക്കുക. അപ്പോൾ അതിൽ രസകരമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് നമ്മൾ ഇന്ത്യയിലും പ്രസക്തമായൊരു കാര്യമാണ്. അവർ പറയുന്നൊരു കാര്യം, നമ്മൾ ട്രഡീഷണലായിട്ട് എക്സ്ട്രീമിസത്തെ ഡിഫൈൻ ചെയ്യുന്ന പോലെ പുതിയ കാലത്ത് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല എന്നാണ് ആ റിപ്പോർട്ട് പറയുന്ന ഒരു കാര്യം. കാരണം ട്രഡീഷണൽ ആയിട്ടുള്ള എക്സ്ട്രീമിസം എന്ന് പറയുന്നത് ഇസ്ലാമിക് എക്സ്ട്രീമിസം. അത് ബ്രിട്ടൻ കുറേ നാളായിട്ട് ടാക്കിൾ ചെയ്യുന്നുണ്ട്. കാരണം ISISലേക്കൊക്കെ ബ്രിട്ടനിൽ നിന്ന് ടീനേജേഴ്സായിട്ട് പെൺകുട്ടികൾ വരെ പോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കത് എളുപ്പമാണ്, അത് ടാക്കിൾ ചെയ്യാൻ എളുപ്പമാണ്, ആളുകളെ മോണിറ്റർ ചെയ്യാൻ എളുപ്പമാണ്, സർവൈലൻസ് എളുപ്പമാണ്, ലോ എൻഫോഴ്സ്മെൻറ്റും എളുപ്പമാണ്. പക്ഷേ പുതിയ കാലത്തുണ്ടാകുന്നൊരു പുതിയ പ്രശ്നം മിസോജിനി, സ്ത്രീ വിരുദ്ധത യുവാക്കൾക്കിടയിൽ വലിയ തോതിൽ വർദ്ധിക്കുന്നു. മെൻസ്ഫിയർ എന്ന് പറയുന്ന ഒരു മേഖല ഓൺലൈൻ മാധ്യമങ്ങളിൽ സംജാതമാകുന്നു. മെൻസ്ഫിയർ എന്ന് പറഞ്ഞാൽ അത് പലതരം അടരുകളൊന്നാണ്. ഒന്ന്, യുവാക്കൾ വലിയ തോതിൽ സ്ത്രീ വിരുദ്ധരായി മാറുന്നു. രണ്ടാമത്തെ കാര്യം, ഒരു പെൺകുട്ടിയെ ആകർഷിക്കാൻ കഴിയാത്ത സ്കില്ലുകളൊന്നുമില്ലാത്ത യുവാക്കൾ. ഒരുപക്ഷെ അവന് തൊഴിലുണ്ടാവില്ല, പണം ഉണ്ടാവില്ല, ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ പോയിട്ട് പ്രപ്പോസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ധാരാളം യുവാക്കൾ പുതിയ കാലത്ത് രൂപം കൊള്ളുന്നു. ആ രൂപം കൊള്ളുന്ന യുവാക്കൾ ക്രമേണ സ്ത്രീ വിരുദ്ധരായി മാറുന്നു. അവർ ഓൺലൈൻ ഗ്രൂപ്പുകളിൽ ഒരുമിച്ച് കൂടുന്നു, പരസ്പര ആശയങ്ങൾ പങ്കുവയ്ക്കുന്നു. സ്ത്രീ വിരുദ്ധത അത്തരം ഗ്രൂപ്പുകളിൽ വളരുന്നു. അങ്ങനെ വളർന്നു വരുന്ന ഈ അസംതൃപ്തരായ, അതിനുപയോഗിക്കുന്നൊരു ഇംഗ്ലീഷ് വാക്കുണ്ട്, ആ വാക്ക് ഞാൻ മറന്നുപോയി, പൊട്ടാത്ത സ്ഫോടക വസ്തുക്കളുണ്ടല്ലോ, യുദ്ധം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മണ്ണിനടിയിലൊക്കെ അതുപോലെ പൊട്ടാത്ത സ്ഫോടക വസ്തുക്കളായി ഈ യുവാക്കൾ മാറുകയാണ്. ഇവരെ റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റുകൾ ഇവരെ ഉപയോഗിക്കുന്നു, അവരെ റൈറ്റ് വിങ് പൊളിറ്റിക്സിലേക്ക് അവരെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇതിൽ ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏതുതരം റൈറ്റ് വിങ്ങേഴ്സും ഇവരെ ഉപയോഗിക്കുന്നു, ഇത്തരം യുവാക്കളെ ഉപയോഗിക്കുന്നു. അതാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഇമിഗ്രൻസിനെതിരായിട്ടുള്ള കലാപങ്ങളിൽ കാണുന്നത് അത്തരം യുവാക്കളെയാണ്. അവരൊക്കെ വളരെ പെട്ടെന്ന് കുടിയേറ്റ വിരുദ്ധരാകുകയും സ്ത്രീ വിരുദ്ധരായും മുസ്ലിം വിരുദ്ധരായും ഒക്കെ മാറ്റി ഉപയോഗിക്കാൻ ഈ റൈറ്റ് വിങ്ങേഴ്സിന് കഴിയുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. അതിൻ്റെ കൂട്ടത്തിലാണ് ഖലിസ്ഥാൻ മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, അതുപോലെ ഹിന്ദുത്വ മൂവ്മെൻറ്റ്സും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഹിന്ദുത്വ മൂവ്മെൻറ്റ്സ് ചൂണ്ടിക്കാട്ടാൻ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ലൈസെസ്റ്ററിൽ ഉണ്ടായിട്ടുള്ള കലാപമാണ് കാരണം. അപ്പോൾ പല അടരുകളിൽ, പല ഐഡിയോളജികളിൽ തീവ്രവാദം ബ്രിട്ടനിൽ ശക്തമാവുന്നതെന്ന് ചൂണ്ടിക്കാട്ടുന്നിടത്താണ് ഹിന്ദുത്വത്തെ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഹിന്ദുത്വത്തെ ചൂണ്ടിക്കാട്ടാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്.
ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി US യൂണിവേഴ്സിറ്റിയാണ് ഞാൻ ഈ മുമ്പ് പറഞ്ഞ 2022 ലൈസസ്റ്റർ കലാപത്തിന് ശേഷം എങ്ങനെയാണ് ബ്രിട്ടനിൽ RSS പ്രവർത്തിക്കുന്നത്, RSS എങ്ങനെയാണ് ബ്രിട്ടനിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചുള്ള വിശദമായ പഠന റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അപ്പോൾ അതിൽ ചൂണ്ടിക്കാട്ടുന്ന കാര്യം, അത് ആദ്യം ആ പഠന റിപ്പോർട്ടിൽ പറഞ്ഞത് എന്താണ് RSS, അതിൻ്റെ ഒറിജിൻ എങ്ങനെയാണ്, അതിൻ്റെ ഐഡിയോളജി എന്താണ്, ഇന്ത്യയിൽ ഇപ്പോൾ അതെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ പാശ്ചാത്യ രാജ്യങ്ങളിൽ അവരെങ്ങനെയാണ് വേരുറപ്പിക്കുന്നത്, എങ്ങനെയാണ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ നടക്കുന്നൊരു ഇൻസിഡൻറ്റ് ഡിസ്റ്റോർട്ട് ചെയ്ത് അല്ലെങ്കിൽ മിസ്ഇൻഫർമേഷനാക്കി പാശ്ചാത്യ രാജ്യങ്ങളിൽ മുസ്ലിം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള വിശദമായ പഠന റിപ്പോർട്ടാണത്. ആ റിപ്പോർട്ടിനെ ചൊല്ലി ബ്രിട്ടനിൽ വലിയ വാദപ്രതിവാദങ്ങളുണ്ടായിരുന്നു. അത് അത്തരം പ്രചാരണങ്ങൾ, ഇപ്പോൾ RSS ബ്രിട്ടനിലോ US നടന്ന ഇത്തരം പ്രചാരണങ്ങളെ നിയമം ഉപയോഗിച്ച് തടയേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ള ഡിബേറ്റുണ്ട്. ആ തടയേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ള ഡിബേറ്റ് വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഫ്രീ സ്പീച്ചാണ്. ഒരാൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അവകാശം കൊടുക്കണം. നമുക്കറിയാം പാശ്ചാത്യ രാജ്യങ്ങൾ ഫ്രീ സ്പീച്ചിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ അത്തരം ഫ്രീ സ്പീച്ച് തടയേണ്ടതുണ്ടോ? ആളുകൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോട്ടെ. അതിപ്പോൾ ഇസ്ലാമോഫോബിയ പറഞ്ഞാലും വംശീയത പറഞ്ഞാലും ആളുകൾ പറഞ്ഞോട്ടെ, പറയാനുള്ള ആളുകളുടെ അവകാശം തടയേണ്ടതില്ല എന്നൊരു ഡിബേറ്റ് ഒരു വശത്തുണ്ട്. അപ്പോൾ ആ ഒരു ആനുകൂല്യത്തിൽ എന്താണ് RSSൻ്റെ പ്രവർത്തനങ്ങളെ, RSSൻ്റെ ഓഫ് ഷോർ പ്രവർത്തനങ്ങളെ തടയുന്നതിൽ, പ്രത്യേകിച്ചും ബ്രിട്ടനിലും US തടയുന്നതിൽ ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. രണ്ട് അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിൽ എനിക്ക് സ്പെസിഫിക്കായിട്ട് തോന്നുന്നത് ഹിന്ദുത്വ എലമെൻസിനെ പറയുന്നതോടൊപ്പം തന്നെ അതെങ്ങനെ ബ്രിട്ടനിൽ ഇത്തരത്തിലുള്ള സാമുദായിക കലാപങ്ങൾക്ക് കാരണമാകുന്നതെന്ന് ചൂണ്ടിക്കാട്ടുന്നതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ്, യുവാക്കളിൽ അതിഭീകരമായ സ്ത്രീവിരുദ്ധത വളർന്നു വരുന്നു. അങ്ങനെ വളരാനിടയായ എക്കണോമിക്കൽ സോഷ്യൽ വിഷയങ്ങളെക്കുറിച്ചൊന്നും അത് പ്രതിപാദിക്കുന്നില്ലെങ്കിൽ പോലും എന്തുകൊണ്ടാണ് യുവാക്കൾ അങ്ങനെയായി മാറുന്നത്? യുവാക്കൾ വിവാഹം കഴിക്കുകയോ പ്രപ്പോസ് ചെയ്യുകയോ ലിവിങ് ടുഗദർ ഒന്നും ചെയ്യുന്നില്ല. പകരം ആൺകുട്ടികൾ, യുവാക്കൾ വളരെ പെട്ടെന്ന് കല്യാണമേ വേണ്ട എന്ന് തീരുമാനിക്കുകയും സ്ത്രീകളെ വേണ്ട ജീവിതത്തിൽ എന്ന് തീരുമാനിക്കുകയും പുരുഷന്മാർ മതിയെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നൊരു മൈൻഡ് സെറ്റ് വളർന്നു വരുന്നു. അതിൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വളരെ ഭയാനകമാണ്. ആ സ്വാധീനത്തിൻ്റെ ഫലമായി ഇവരെ ഏത് എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജിക്കും കൊത്തിക്കൊണ്ടുപോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടുന്ന കാര്യം. അതിൽ ഈ പറയുന്ന ഹിന്ദുത്വ ആവട്ടെ, ഖലിസ്ഥാൻ മൂവ്മെൻ്റ് ആവട്ടെ, അങ്ങനെ പലതരത്തിലുള്ള ഐഡിയോളജികൾ അതിനെ സ്വാധീനിക്കുകയും ചെയ്യുന്നു എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. തീർച്ചയായിട്ടും ബ്രിട്ടൻ്റെ പുതിയ ആഭ്യന്തര നയത്തിൽ ഈ പറയുന്ന റിപ്പോർട്ട് സ്വാധീനിക്കപ്പെടും, അത് ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് ശരിയാണ്. അത് ബ്രിട്ടനിൽ മാത്രം റെലവൻ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് വായിക്കുമ്പോൾ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിൽ പോലും അതിന് വേരുകളുണ്ട് എന്ന് തോന്നിപ്പോകുന്നു. അതിനെക്കുറിച്ച് ചോദിക്കാൻ വരികയായിരുന്നു. നിഷാദ്, റിപ്പോർട്ട് കണ്ടല്ലോ അല്ലേ, എന്താണ് തോന്നുന്നത്? ഈ അജിംസ് ഇപ്പോൾ പറഞ്ഞതുപോലെ എത്രത്തോളം ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും ഒക്കെ വന്ന അതിൻ്റെ ഒരു സാധ്യത എങ്ങനെയായിരിക്കും? ഇതിനകത്ത് ആ റിപ്പോർട്ടിനകത്ത് പലതരം ത്രെഡ്സിനെ കുറിച്ച്, ഭീഷണികളെക്കുറിച്ച് പറയുന്നു. അതിനകത്ത് ഹിന്ദുത്വ ഭീകരതയുണ്ട്, ഖലിസ്ഥാനുണ്ട്, അജിംസ് നേരത്തെ പറഞ്ഞ യുവാക്കൾക്കിടയിൽ രൂപപ്പെടുന്നതിനെക്കുറിച്ച്, ഇസ്ലാമിക് ടെററിസത്തെക്കുറിച്ചൊക്കെയും പറയുന്നുണ്ട്. അതെല്ലാം ഭീഷണികളാണ്. ഇസ്ലാമിക് ടെററിസം പോലുള്ളവ എത്രയോ രാജ്യങ്ങൾ ഏതെല്ലാം കാലത്ത് അവരുടെ ആഭ്യന്തര ഭീഷണികളായി രേഖപ്പെടുത്തിയിട്ടുള്ളതും ഡിസ്കസ് ചെയ്യപ്പെടുന്നതാണ്. ഹിന്ദുത്വ ഭീകരത എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ ഹിന്ദുത്വ തീവ്രവാദം നമ്മുടെ രാജ്യത്തെയും പിടികൂടാൻ പോകുന്നുവെന്ന് മറ്റ് രാജ്യങ്ങൾ ആശങ്കപ്പെടുന്നത് പുതിയൊരു സംഗതിയാണ്. അതിലേക്കാണ് അതിനകത്ത് ഒരു പുതുമയുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ബ്രിട്ടനെ പോലൊരു രാജ്യം ഇതിന് മുൻപ്, ഇപ്പം നേരത്തെ അജ്മസ് പറഞ്ഞ പോലെ ലൈസസ്റ്ററിലുണ്ടായിട്ടുള്ള ഈ ആക്രമങ്ങൾ, ഭയങ്കരമായ വിദ്വേഷ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടുള്ള ഹിന്ദുത്വ സംഘങ്ങളുടെ ഘോഷയാത്രകൾ, നരേന്ദ്രമോദി സർക്കാർ ആവർത്തിക്കപ്പെടണം, എന്നാലേ ഹിന്ദുക്കൾക്ക് രക്ഷയുള്ളൂ എന്ന മട്ടിൽ 250 കാറുകൾ പങ്കെടുക്കുന്ന വലിയ റാലി കിലോമീറ്ററോളം സംഘടിപ്പിക്കപ്പെടുക, രാമക്ഷേത്രത്തിന് വേണ്ടിയുള്ള കൊലവിളികൾ, അടുത്ത ക്ഷേത്രം പൊളിക്കുന്നുള്ള കൊലവിളി, ഇതൊക്കെ ഈ ബ്രിട്ടനിൽ സാധാരണയായി പലയിടത്തായി നടക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക അവർ രേഖപ്പെടുത്തുകയാണ്. ബ്രിട്ടൻ നമുക്കറിയാവുന്ന പോലെ ഇന്ത്യൻ പോപ്പുലേഷൻ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യവും കൂടിയാണ് വലിയ തോതിൽ. എന്ന് മാത്രമല്ല, അവിടെ നമ്മളിപ്പോൾ നോക്കിയാൽ കാണാം, അവിടെ പലയിടത്തും സമരങ്ങൾ, ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ ഞങ്ങൾക്ക് ജോലി ആവശ്യത്തിന് കിട്ടുന്നില്ല എന്ന മട്ടിൽ കമ്പനികൾക്ക് മുമ്പിൽ സമരം സംഘടിപ്പിക്കുക, അതൊക്കെ വലിയ തോതിൽ വാർത്തയാവുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് പോയ ആളുകൾ അവിടെ പല സ്ഥലത്തും നഗരങ്ങളിൽ ഉണ്ടാക്കുന്ന ചില ക്രമസമാധാന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് വാർത്തകൾ, റിപ്പോർട്ട്സൊക്കെ വന്നതും കണ്ടു. അപ്പോൾ അതിൻ്റെ കൂടെ സ്വാഭാവികമായും ഇന്ത്യയിൽ നിന്ന് കയറ്റി അടയ്ക്കപ്പെടാൻ സാധ്യതയുള്ള ഒന്നാണ് ഇന്ത്യയിൽ ഇപ്പോൾ വേര് പിടിച്ചിട്ടുള്ള ഹിന്ദുത്വ. അതൊരു സ്വാഭാവികമാണ്. അതിന് പലതരത്തിലുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇപ്പം നമുക്ക് നോക്കിയറിയാം, നരേന്ദ്രമോദി ഇന്ത്യക്ക് പുറത്തുപോയി പല സ്ഥലത്തും വലിയ ഇവൻറ്റുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നമോ ഭാരത് എന്നൊക്കെ പറഞ്ഞ് വലിയ പരിപാടികൾ, വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു കാര്യം, ഇന്ത്യയിൽ നിന്ന് പുറത്തുപോയ മനുഷ്യർ ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാത്തവരാണ്. ഇന്ത്യയിലെ മനുഷ്യർ സത്യത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഹിന്ദുത്വ കൊണ്ട് അനുഭവിക്കുന്നത് എന്താണ്? ഹിന്ദുത്വ ഭരണകൂടം ഹിന്ദുത്വയെ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തുന്ന ഈ ഭരണം അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളെ എങ്ങനെയാണ് ചവിട്ടി മതിച്ച് കളയുന്നത്? ഇവിടെ പെട്രോളിന് എന്താണ് വില? ഇവിടെ ആളുകൾക്ക് ജോലിയുണ്ടോ? കലാപങ്ങളിൽ ആളുകൾ കൊല്ലപ്പെടുന്നു. ഇത്തരം അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളൊന്നും ദേഹത്ത് തട്ടാത്ത മനുഷ്യർ നരേന്ദ്രമോദി കൊണ്ടുവരുന്ന ഹിന്ദുത്വ ഭാരതം, പ്രാചീന ഭാരതത്തിൻ്റെ വീണ്ടെടുപ്പ്, ഒപ്പം തന്നെ അദ്ദേഹം കൊണ്ടുവരുന്ന വികസനം, ലോകത്തിൻ്റെ നെറുകയിലേക്ക് കുതിക്കുകയാണെന്നൊക്കെയാണ്.
ഇപ്പോൾ ഈ 2025 5 ട്രില്യൺ എക്കണോമി ആയിട്ട് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്ന മോദിജിയുടെ വാഗ്ദാനം ഇപ്പോഴും നമ്മൾ 5-ന് താഴെ 4-ന്റെ പരിസരത്ത് കിടക്കുകയാണ്. അതേസമയം തൊട്ടടുത്തുള്ള ചൈന 10-20 എങ്ങാണ്ടായി. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാത്ത വാട്സാപ്പിൽ വരുന്ന സംഗതികൾ കൊണ്ട് മോദി ഇന്ത്യയെ കുതിപ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. കാരണം ഈ അപ്പർ ക്ലാസ്സുകാരെ സംബന്ധിച്ച് അവർക്ക് വികസനത്തെ വാചാടോപങ്ങൾ മാത്രം കേട്ടാൽ മതി. താഴെത്തട്ടുള്ള അടിസ്ഥാന ജീവിതക്കാർ മനുഷ്യൻ്റെ പ്രശ്നം അറിയണ്ട. അതൊരു ഘടകമാണ്. രണ്ടാമത്തെ എന്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഇന്ത്യക്കാർക്കിടയിൽ ഈ ഹിന്ദുത്വ ആശയം വേര് പിടിക്കുന്നത് ചോദിച്ചാൽ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അവിടെ നേരിടുന്ന വംശീയമായ വിവേചനങ്ങളുണ്ട്. ഇവർ നേരിടുന്ന ഒന്ന്. അപ്പോൾ അത് നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം സ്വത്വത്തിലേക്ക് ചുരുങ്ങാനും അതിനെ സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ആളുകൾക്ക് ടെൻഡൻസി കൂടും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ആദ്യത്തെ അഭയസ്ഥാനമായിട്ട് വരികയാണ് ഹിന്ദുത്വം, ഹിന്ദുക്കൾ, നാം ഹിന്ദുക്കൾ ഒരുമിച്ച് നിൽക്കേണ്ടതിനെക്കുറിച്ച്, നമ്മുടെ ശത്രുക്കളെ നേരിടുന്നതിനെക്കുറിച്ച്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരൊന്നിക്കുമ്പോൾ അവർക്ക് ആദ്യത്തെ ശത്രുവായിട്ട് തോന്നുന്നത് അവർക്ക് അകത്ത് തന്നെയുള്ള മുസ്ലിങ്ങളെയാണ്. കാരണം പെട്ടെന്ന് വിദേശ രാജ്യങ്ങളിൽ നിൽക്കുമ്പോൾ വിദേശ രാജ്യത്തെ റേസിസത്തിനോട് അവർക്ക് നേരിട്ട് ഫൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സ്വത്വപരമായ കൂടിച്ചേരലുകൾ സ്വാഭാവികമായും ശത്രുക്കളെ കണ്ടെത്തും. അതിൽ ആദ്യത്തെ ദുർബല ശത്രുവിനെ കണ്ടെത്തി അവരെ ആക്രമിക്കുക. അതാണ് ഈ അവിടങ്ങളിൽ തന്നെയുള്ള മുസ്ലിങ്ങൾക്കെതിരെയും ലോകവ്യാപകമായി മുസ്ലിം വിരുദ്ധ ഹെയ്റ്റ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, കാസ എടുക്കാം. കാസ ക്രിസ്ത്യാനികളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് രൂപം കൊണ്ടെന്നൊക്കെ പറയും. പക്ഷേ അവർക്കെതിരെയുള്ള ഹിന്ദുത്വ ആക്രമണങ്ങളെക്കുറിച്ച് നിശബ്ദമാവും. എന്നിട്ട് അവർ അവിടെ എപ്പോഴത്തെയും പ്രശ്നം മുസ്ലിങ്ങളാണ്. നിങ്ങൾ ആക്രമിക്കപ്പെടുന്നു, നിങ്ങൾക്കെതിരായിട്ടുള്ള നിയമം ഉപയോഗിച്ച് വേട്ടയാടുന്നു. അതൊന്നുമല്ല, ഞങ്ങൾ വേണം ഇവരെ പിടിച്ചു തരാം, നിങ്ങൾക്ക് ഞങ്ങളെ ആക്രമിക്കുന്നത് നിർത്തൂ എന്ന മട്ടിലുള്ള പ്രശ്നം സീരിയസ് ആയിട്ട് ഇവരെയൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ എന്തുകൊണ്ട് ഹിന്ദുത്വ വേര് പിടിക്കുന്നതിനെക്കുറിച്ച് പലതരത്തിലുള്ള തിയറീസ് ഉണ്ട്. എനിവേ ബ്രിട്ടനെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട്. കാരണം അവിടെ ഇന്ത്യൻ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല, അവിടെ ഈ പറയുന്ന തരത്തിലുള്ള മോദി ഫാൻസ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പരിധി കവിഞ്ഞു പോയിട്ട് പിന്നീട് വിവിധ ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശവാദങ്ങൾ, സംഘർഷങ്ങൾ, ആളുകളെ ആക്രമിക്കൽ പോലുള്ള സംഗതികൾ പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് പല രാജ്യങ്ങളിലും ഉണ്ട്. പല രാജ്യങ്ങളിലും അതിനെക്കുറിച്ചുള്ള സീരിയസ് ആയിട്ടുള്ള ആലോചനയുണ്ട്. ഇപ്പം ബ്രിട്ടനിലെ ഹിന്ദുത്വ ഗ്രൂപ്പുകൾ അവിടുത്തെ പോളിസി മേക്കിങ്ങിനകത്തൂടെ അവിടെ ലോബിയിങ് നടത്തുന്നുള്ള വാർത്തകൾ നമുക്ക് വായിക്കാൻ പറ്റും. കാരണം ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആഭ്യന്തരമായ നയങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിനകത്ത് ഹിന്ദുത്വ ഗ്രൂപ്പുകൾ അത്രയും പവർഫുള്ളാണ്. അവിടെ പ്രവർത്തിക്കുന്ന സംഘടനകളെക്കുറിച്ച് പലതരത്തിലുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട്സിനുള്ളത് വായിക്കാൻ പറ്റും. അതായത് 2002 ഗുജറാത്തിൽ നടന്ന മുസ്ലിം വിരുദ്ധ വംശഹത്യയുടെ ഫണ്ടിങ്ങിൽ പ്രവർത്തിച്ചിട്ടുള്ള സംഘടനകൾ പലതും ഹിന്ദുത്വ സംഘടനകൾ അവിടെയുണ്ട്. അവ ഇപ്പോഴും സുഗമമായി അവർ പ്രവർത്തിക്കുകയും പലതരത്തിലുള്ള ആശയപ്രചാരണം നടത്തുകയും ചെയ്യുന്നു. ഒരു ഘട്ടം കഴിയുമ്പം എല്ലാ രാജ്യങ്ങളും, ഇവിടെ ഇപ്പോൾ ഭരണകൂടം തന്നെയും ഇതിൻ്റെ എല്ലാം സപ്പോർട്ട് അതിനോടൊന്നുമില്ല. പക്ഷേ അവർ മറ്റിടങ്ങളിൽ അങ്ങനെയല്ലല്ലോ. സ്വാഭാവികമായിട്ടും അതൊക്കെ ഒരു ആഭ്യന്തര ത്രെട്ടാണ്. ഇത്തരം ആശയങ്ങളെല്ലാം സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് ത്രെട്ടാണ്. ശരിയായ ഭരണകൂടങ്ങൾ തിരിച്ചറിയുകയും അതിനായിട്ടുള്ള കൗണ്ടർ പ്രൊജക്റ്റ് ആലോചിക്കുകയും ചെയ്യും. ഇവിടെ അത്തരം ആഭ്യന്തരമായ ത്രെട്ടുണ്ടാക്കുന്ന ആശയധാര തന്നെ ഭരിക്കുന്നു എന്നതുകൊണ്ട് നിലവിൽ നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ ഇത് ലോകം അതിനെ തിരിച്ചറിയുന്നു എന്നതിനെക്കുറിച്ച് നമ്മളെല്ലാവരും ആലോചിക്കേണ്ടതാണ്. ഇതിൻ്റെ പ്രചാരകരും ആലോചിക്കണം.